എൻ്റെ ജോർജിയ വിസിറ്റിന് മുന്നേ എൻ്റെ റിസർച്ചിൽ ഞാനൊരു ചോക്ലേറ്റ് ഷോപ്പ് കാണുന്നുണ്ടായി. ആ ചോക്ലേറ്റ് ഷോപ്പിൽ വെച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളായിരുന്നു, ഇടുക്കിയിൽ നിന്ന്. മനം ഒരു സ്പെഷ്യാലിറ്റി ചോക്ലേറ്റ് ഷോപ്പാണ് ഹൈദരാബാദിലുള്ള. ഇൻഹൗസ് ചോക്ലേറ്റ് വെച്ച് പേസ്ട്രീസും ഐസ്ക്രീംസും അതുപോലെ തന്നെ ഡെസേർട്സും ഹോട്ട് ചോക്ലേറ്റ്സും ഒരു കഫേ പോലും ഇവർ റൺ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തും സോഴ്സ് ചെയ്യുന്ന കക്കാവോ ബീൻസ് പ്രോസസ്സ് ചെയ്യുന്നതും അത് റോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇൻഹൗസാണ്. ഇപ്പറഞ്ഞ പ്രോസസ്സുകളൊക്കെ നമ്മുടെ കോഫിയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. കോഫിയുടെ ഇന്ത്യയിലുള്ള ഇന്നത്തെ അവസ്ഥ തന്നെയാണ് കക്കാവോ ബീൻസിനുള്ളത്. കൊമേഴ്ഷ്യലായിട്ടുള്ള ഒരുപാട് ചോക്ലേറ്റ് കമ്പനികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെ ചോക്ലേറ്റാണ് നമുക്ക് ചോക്ലേറ്റ്. പക്ഷേ സത്യത്തിൽ ഇതാണ് ചോക്ലേറ്റ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കൊക്കെ ഉണ്ടാവാൻ പോകുന്നത് ഇവിടെ. ഇത് 60% ചോക്ലേറ്റിലെ ഒരു സോഫ്റ്റിയാണ്. ഞാൻ ബനാന വെച്ചുള്ള ഒരു സോഫ്റ്റിയും ട്രൈ ഉണ്ടായി. എങ്കിലും പോരുന്നതിന് മുന്നേ ഞാൻ ഇവിടുന്ന് ഒരു ചോക്ലേറ്റ് ബാർ മേടിച്ചു. ഒന്നല്ല, 2 അതിൽ ഒന്ന് നിങ്ങൾ ഞെട്ടണ്ട, ഇതിൻ്റെ മലബാർ എന്നുള്ള ചോക്ലേറ്റാണ്. 60% ആയിട്ടുള്ള ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഈ കക്കാവ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായി. ഒരുപാട് മധുരമൊന്നുമില്ല. ഇത്തരം ചോക്ലേറ്റുകളാണ് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന ഡോക്ടർമാർ പറയുന്ന ഹൃദയത്തിന് നല്ലതാണെന്ന് ഉദ്ദേശിക്കുന്ന ചോക്ലേറ്റ്, അല്ലാതെ നമ്മുടെ ചുറ്റും കാണുന്ന കൊമേഴ്ഷ്യലൈസ് ചോക്ലേറ്റ്സുകളല്ല. അപ്പോൾ അതാണ് മനം. പോകാൻ വരട്ടെ. ഇത് ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നും ഇതെങ്ങനെ കഴിച്ചു നോക്കി അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാമെന്നും കൂടി പറഞ്ഞു തരാം. ഒരു നല്ല ചോക്ലേറ്റിൻ്റെ ഇൻഗ്രീഡിയൻസിൽ കക്കാവുവിൻ്റെ മാസും ബട്ടറും ഒരു എമൾസിഫയറും ഒരു ഷുഗർ സോസും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതുപോലെ ടപ്പ് എന്ന് പൊട്ടണം. ഇതിൻ്റെ ബോഡി ഷൈനിങ് ആയിരിക്കണം, വൈറ്റ് പാച്ചസ് ഉണ്ടാവാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ അണ്ണാക്കിൽ ഒട്ടരുത്, അതുപോലെ തന്നെ വായിലൊരു ഡിഫറെൻറ്റ് ഫീൽ ഉണ്ടാവണം, ഷുഗർ ഓവർവെൽമിങ് ഉണ്ടാവരുത്. അപ്പോൾ ശരി, ബൈ ഫ്രം ആഹാരം.